അങ്ങനെ ഓരോ ദിവസം വരുന്ന ആരോപണങ്ങളെ പരിശോധിക്കാതെ നടപടിയെടുക്കുന്ന ഒരു പാർട്ടി അല്ലല്ലോ നമ്മുടെ പാർട്ടി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട ഒരു MLA അല്ലേ ഈ അൻവറിനെതിരെ വന്ന ആരോപണങ്ങൾ എത്രത്തോളമുണ്ട് ഈ കേരളത്തിൽ? അന്നെല്ലാം മാധ്യമങ്ങൾ എന്തിനാണോ നിങ്ങൾ അൻവറിനെ ചുമക്കുന്നത് എന്നാ ചോദിച്ചത്. അന്നും അപ്പാടെ അൻവറിനെ തള്ളാൻ നമ്മൾ നിന്നിട്ടില്ല. കാര്യകാരണ ഗൗരവത്തോടു കൂടി എല്ലാം പരിശോധിച്ച് വേണ്ട നിലപാടാ സ്വീകരിക്കുക, തിരുത്തേണ്ടത് തിരുത്തണം എന്ന് പറയുന്ന തരത്തിലേക്കാണ് നമ്മൾ പോകാറ്. പക്ഷെ ഇന്ന് നോക്കൂ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പിന്തുണ കിട്ടുന്നു, കണ്ണൂരിൽ നിന്ന് മെസ്സേജ് വരുന്നു എന്നാ പറയുന്നത്. കണ്ണൂരിൽ തന്നെയാ സുധാകരന്റെയും നാട്. ഈ സുധാകരൻ തന്നെയാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ അൻവറുണ്ടല്ലോ RSSൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാന്നാ പറഞ്ഞത്. RSSനോട് ഏറ്റുമുട്ടി RSSനെ പടിക്ക് പുറത്തു നിർത്തുന്നതിനോ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച പാർട്ടിയുടെ പേര് CPIM എന്നാണ്. ഈ പാട്യം ഗോപാലന്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, RSSനെ പ്രതിരോധിക്കാൻ, നാടിനെ ആകെ അണിനിരത്താൻ, കരുത്തുറ്റ മുന്നണിയാക്കി നിർത്താൻ പരിശ്രമിച്ച സഖാവായിരുന്നു സഖാവ് പാട്യം. ആ പാട്യത്തിന്റെ കൂടെ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണോ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മിസ്റ്റർ അൻവർ, മിസ്റ്റർ സുധാകരൻ, ഈ കേരളത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തമുള്ള പിണറായി വിജയനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. എന്തക്രമമുണ്ടായാലും RSSകാരന്റെ മുമ്പിലും തലകുനിക്കാത്ത പാരമ്പര്യമുള്ള കണ്ണൂരിന്റെ മണ്ണിൽ നിന്നാണ് ഈ മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നത്. ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഈ സുധാകരന്റെ വാക്കും കേട്ട് വന്ന് RSSനെ തടുക്കാനാണോ ഞാൻ ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അത് അല്പം പ്രയാസമുണ്ടാകും. ഇതേ സുധാകരൻ നിങ്ങൾക്കറിയാലോ, കണ്ണൂരിൽ DYFIക്കാരും കമ്മ്യൂണിസ്റ്റുകാരും RSSന്റെ ശാഖ അടിച്ചു തകർക്കാൻ വന്ന സമയത്ത് അതിന് കാവൽ നിന്നവനാ ഞാൻ എന്ന് ഒരു മടിയുമില്ലാതെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടതല്ലേ? ഈ നാടാകെ കേട്ടതാ. അതേ UDFന്റെ നേതാവ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണോ, ഗുരുജി ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും ചിത്രത്തിന്റെ മുമ്പിൽ ദീപം തെളിയിച്ച കൈകൂപ്പി നിന്നത്. ഷൈൻ ടീച്ചറുടെ നാട്ടിലെ RSSകാരൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച് പറഞ്ഞു, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് കൈകൂപ്പി നിന്നിട്ടുണ്ട് എന്ന്. ഇതാ കേരളത്തിലെ UDF. ആ UDFന് വേണ്ടി നിങ്ങൾ പണിയെടുക്കുമ്പോ ആ അൻവറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇന്ന് മലപ്പുറം ജില്ലയിലെ പ്രകടനത്തിന്റെ ആ കരുത്ത് നിങ്ങൾ കണ്ടു കാണും. ചെങ്കൊടി തൊട്ട് കളിക്കരുത് എന്നാ പറഞ്ഞത് സഖാക്കൾ. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ചെങ്കൊടിയെ ഒരു ശത്രുവിന്റെ മുമ്പിലും അടിയറ വെക്കാൻ, ആർക്ക് മുമ്പിലും അടിയറ വെക്കാൻ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ്. ഈ പാർട്ടിയെ തകർക്കാൻ, ഈ പാർട്ടിയെ ആക്ഷേപിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുമ്പോ ഈ പാർട്ടി കരുത്തായി മുന്നോട്ട് വരും. ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ സഖാവ് പാട്യം ഗോപാലനെ പോലെയുള്ളവരുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ ഞങ്ങൾക്ക് കരുത്താകും. ആ കരുത്ത് ഈ നാടിന്റെ കരുത്താണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി കണ്ണൂരിന്റെ ഈ ഉജ്ജ്വലമായ സമരഭൂമികയിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ സകല ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാവ് പാട്യത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.